ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു വാർത്ത കേട്ടു, എറണാകുളം മഹാരാജാസ് കോളേജിൽ കോമൺ ടോയ്ലറ്റുകൾ കൊണ്ടുവന്നുള്ളത്. അപ്പോൾ ഇത് ഈ ജെൻഡർ ഫ്ലൂയിഡിറ്റിയുടെ ഭാഗമായിട്ടുള്ളതാണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് അതിനെ ഈ ഒരു കാര്യം എങ്ങനെയാണ് അതിനെ സ്വാധീനിക്കുന്നത്? മാഡത്തിന് ഇതിനോട് യോജിപ്പുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്, ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? അതാണ്. ഓക്കെ, സംഗീത പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം പറയാൻ സത്യത്തിൽ എനിക്ക് കുറച്ച് കുറ്റബോധമുണ്ട്. കാരണം ഞാൻ പെൺകുട്ടികൾ മാത്രം പഠിപ്പിക്കുന്ന ഒരു കോളേജിലെ ടീച്ചറാണ്. ഞാൻ എപ്പോഴും അവിടെ പറയാറുണ്ട്, കോ എഡ്യൂക്കേഷനാണ് എപ്പോഴും നല്ലതെന്ന്. ഞാനൊരു കോ എഡ്യൂക്കേഷനിൽ പഠിച്ചു വളർന്നൊരു ആളാണ്. വേറെ കുറേ കാര്യങ്ങളുള്ളതുകൊണ്ട് ഞാൻ ആ വിഷയത്തെ അവിടെ നിർത്താണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ പെൺകുട്ടികളോട് പറയുമ്പോൾ അവരെന്താ പറയാറെന്നറിയോ? ഞങ്ങൾക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും അറിയാം മിസ്, കുറച്ച് കാര്യം അപ്പുറത്ത് പോയി ഒന്ന് ഉപദേശിക്കുക എന്നാണ് പറയുക. എന്നാൽ അപ്പുറത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും ആൺകുട്ടികളെ ഉപദേശിക്കും. ഈ സംഗീത പറഞ്ഞ അതേ പോയിന്റിൽ തന്നെയാണ്. അവർക്ക് ആരാണ് ഉപദേശം കൊടുക്കുക? എങ്ങനെയാണ് ആൺകുട്ടികൾക്ക് പൊതുസമൂഹത്തെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച്, പൊതു ഇടപഴകലിനെ കുറിച്ച് എവിടെ നിന്നാണ് അവർക്ക് ഇൻഫോർമേഷൻ കിട്ടുന്നത്? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു 10th വരെ അല്ലെങ്കിൽ അഡോളസെന്റ് വരെ അച്ഛനും അമ്മയും നിയന്ത്രിക്കുന്ന ഒരു ലോകത്ത് ചില ചിട്ടകളോടുകൂടി വളർന്നു വരികയും അഡോളസെന്റ് ആവുമ്പോഴേക്കും ചേട്ടന്മാരോ അല്ലെങ്കിൽ കുറേ ഐക്കൺസ് ഉണ്ടാവും. ആ ഐക്കൺസ് ആണ് അവരെ സ്വാധീനിക്കുക. അപ്പോൾ അവരുടെ വസ്ത്രവിധാനങ്ങൾ തീരുമാനിക്കുന്നത്, അവരുടെ ആറ്റിറ്റ്യൂഡുകൾ തീരുമാനിക്കുന്നത് ഒരു സെർട്ടൺ വിഭാഗമാണ്. ഒരു സെർട്ടൺ ചിലപ്പോൾ ഈ പറഞ്ഞ സിനിമാ താരങ്ങളുടെ ഒരു റെപ്ലിക്കകൾ അനുകരിക്കാനൊക്കെ ശ്രമിക്കും. മെൻസ്ട്രേഷനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ആൺകുട്ടിയുടെ പ്യൂബറിറ്റിയെക്കുറിച്ച് ആരാണ് ആൺകുട്ടിയോട് സംസാരിക്കുക? പ്യൂബറിറ്റിയെക്കുറിച്ച് ആൺകുട്ടിയോട് സംസാരിക്കുക? ഇപ്പോൾ സംഗീത പറഞ്ഞൊരു വാക്ക് തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം. മെൻസ്ട്രേഷനെ കുറിച്ച് അമ്മ പറഞ്ഞു കൊടുക്കുമല്ലോ എന്ന്. മെൻസ്ട്രേഷനെ കുറിച്ച് അച്ഛൻ പറഞ്ഞു കൊടുത്താൽ എന്താ കുഴപ്പം? അമ്മ പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ അബോധത്തിൽ നിന്ന് വരിക. മെൻസ്ട്രേഷനെ കുറിച്ച് അമ്മയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അച്ഛൻ പറഞ്ഞു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അച്ഛന് എങ്ങനെയാണ് ആ ബോധ്യം ഉണ്ടാവുക? അപ്പോൾ അച്ഛന്മാർക്ക് അത്തരത്തിലുള്ള ബോധ്യങ്ങൾ ഉണ്ടാകേണ്ടതില്ല എന്നും, ഇത്തരം ബോധ്യങ്ങൾ പെൺകുട്ടിയെ അല്ലെങ്കിൽ തന്നെ കേട്ടിട്ടില്ല, ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്നൊരു വാക്കാണ് വളർത്തുദോഷം. ആരെ പറ്റിയാ പറയാ വളർത്തുദോഷം? അമ്മമാർക്കുള്ളൊരു കുറ്റാണ് വളർത്തുദോഷം. അതായത് എന്തെങ്കിലും കുറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ആരുടെ പ്രശ്നമാണ്? വളർത്തുദോഷമാണ്. അത് അമ്മയുടെ വളർത്തുദോഷമാണ്. അപ്പോൾ എന്തെങ്കിലും മെറിറ്റ് ഉണ്ടായാലോ, സിനിമയിൽ പറഞ്ഞു കേട്ടിട്ടില്ലേ, തന്തയ്ക്ക് പിറന്നവനാണെങ്കിൽ ഇറങ്ങി വാടാ എന്നാ ചോദിക്കുക. അവിടെ ആരും തള്ളയ്ക്ക് പിറന്നവനാണെങ്കിൽ എന്ന് ചോദിക്കില്ല. കാരണം മെറിറ്റൊക്കെ അപ്പുറത്തേക്കാണ്, തന്തയ്ക്കുള്ളതാണ് എല്ലാ മെറിറ്റും. കുഴപ്പമുണ്ടെങ്കിലാണ് വളർത്തുദോഷം പറഞ്ഞ ഇപ്പുറത്തേക്ക്. ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു ലിവിങ് പാറ്റേൺ സംഗീത സൂചിപ്പിച്ചതുപോലെ.